പൂർത്തീകരിച്ചു പോകുമ്പോൾ നമ്മൾ മുന്നോട്ടാണ്. യഥാർത്ഥത്തിലുള്ള ഡിവോഷൻ എന്നത് മീനത്തിലാണ്, അതായത് സമർപ്പണ മനോഭാവത്തെ കാണുന്നത്. അപ്പോൾ ആനയാണ് ഈ ഒരു വ്യാഴത്തിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ആനയാണ്. അപ്പോൾ ആന നടന്നു പോകുമ്പോൾ ഒരുപാട് ചെറിയ ജീവികൾ അതിനെ നോക്കുകയും ചിലപ്പോൾ ഒരുപാട് പട്ടികളൊക്കെ കുരയ്ക്കുകയൊക്കെ ചെയ്യും, പുറകെ നടന്ന് കുരയ്ക്കും. പക്ഷെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാൻ, കാരണം വ്യാഴത്തിൻ്റെ വിസ്ഡം എന്നത്, അറിവെന്നത് അത്രയ്ക്കാണ്. ഈ വ്യക്തി സമൂഹത്തിന് കൊടുക്കുന്ന, വ്യാഴം ഹീലിങ്ങിനെ കൂടി സൂചിപ്പിക്കുന്നു. അറിവ് കൊണ്ട് ആൾക്കാരെ ഹീൽ ചെയ്യുക. അതിൻ്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ആ വ്യാഴം. അപ്പോൾ പലരും മുന്നിലും പിന്നിലും വന്ന് പലതും പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ജ്ഞാനത്തിൻ്റെ മഹത്വം എന്നത് മനസ്സിലാക്കി തരുന്നത് വ്യാഴമാണ്. അവിടെയാണ് ശനിയുടെ നക്ഷത്രമായിട്ടുള്ള ഉത്രട്ടാതി ഉള്ളത്. ഉത്രട്ടാതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഗഹനമായിട്ടുള്ള അറിവുകൾ ഉള്ള നിധിയുള്ള ഒരു സ്ഥലമായിട്ടാണ്, നാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നക്ഷത്രമാണത്. അതായത് വളരെ ഹിഡനാണ്, വളരെ ഡീപ്പാണത്. അതിനൊരുപാട് അറിവുകൾ ആ ഒരു നക്ഷത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യാഴം നല്ലതാണെങ്കിൽ മാത്രമേ, നിങ്ങൾ ഉത്രട്ടാതിയിൽ ചന്ദ്രൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ ഉത്രട്ടാതിയിലിരിക്കുകയാണ്, ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ജ്ഞാനമുണ്ടെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതില്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ഒരു പശുയോനിയിൽ ജീവിക്കുന്നത് പോലെ, മനുഷ്യജന്മം കിട്ടിയിട്ടും നാമജപങ്ങളും ആരാധനകളും ഇല്ലാതെ, അതുപോലെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാതെ ആ ഒരു പിശുക്ക് വരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ജ്ഞാനത്തെ നിങ്ങൾ തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മളെല്ലാം കൊടുക്കാൻ മടിക്കുന്നത്. ബുധനും രാഹുവൊക്കെ കൂടുമ്പോൾ ഉള്ള